ഇന്നിവിടെ മുൻപ് പറഞ്ഞിരുന്ന പോലെ പനയമ്പാടം വാഹനാപകടവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, PWD ചീഫ് എഞ്ചിനീയർ, ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗമാണ് ചേർന്നത്. നമ്മൾ ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റെക്കമെൻഡേഷനായി തന്നിരുന്ന 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടപടിയെടുക്കുകയാണ്. ഒന്ന്, ഇവിടെ പനയമ്പാടത്ത് ഇപ്പോൾ മില്ലിങ് കഴിഞ്ഞു, റോഡ് മില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റംബിൾസ് വെച്ച് മുകളിൽ നിന്ന് തന്നെ സ്പീഡ് കുറയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതുപോലെ ഒരു ഡിവൈഡർ പെർമനൻറ്റ്, ഇപ്പോൾ നമ്മൾ ടെമ്പററി ഡിവൈഡർ വെച്ചാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെർമനൻറ്റ് ഡിവൈഡർ വെച്ചുകൊണ്ട് ആ റോഡിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും. ജംഗ്ഷനിലുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും. ആ ബസ് ബേ ആണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സാധനം. അപ്പോൾ ബസ് ബേ അവിടുന്ന് മാറ്റും. പിന്നെ ആ ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള, അത് വെള്ളം കെട്ടാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉടൻ തന്നെ ഹൈവേ അതോറിറ്റി ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ അപകടം നടന്ന കുഞ്ഞുങ്ങളായിട്ട് അപകടം സംഭവിച്ച ഭാഗത്തടക്കം റോഡിൻ്റെ ഷോൾഡർ ഇല്ല എന്നൊരു വിഷയമുണ്ട്. ടാറ് കഴിഞ്ഞാൽ പിന്നെ ഏരിയ ഇല്ല. അപ്പോൾ ആ ഷോൾഡർ ചെയ്യാനും ഈ അപകടം നടന്ന ഭാഗത്ത് ഒരു റീറ്റെയിനിങ് ഹോൾ കെട്ടിക്കൊണ്ട് ആ ഷോൾഡർ അവിടെ ഫില്ല് ചെയ്ത് ഒരു നടക്കാനുള്ള സൗകര്യം, അതിൽ നടന്നു പോകത്ത ബസ് റോഡിൽ നിന്ന് വിട്ട് നടന്നു പോകത്തതിൽ ഒരു സംവിധാനം ഉണ്ടാക്കും. ഈ ലൈനുകളെല്ലാം മാറ്റും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതോടുകൂടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ട്രയൽ നോക്കുന്ന ഡിവൈഡർ, ആ ഡിവൈഡറിൻ്റെ പ്രവർത്തനം നോക്കി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കിയിട്ട് പെർമനൻറ്റ് ഡിവൈഡറാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ചെയ്യേണ്ട വർക്കുകളുടെ ഡിസൈൻ PWD നാഷണൽ ഹൈവേ വിഭാഗം, ചീഫ് എഞ്ചിനീയർ, ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ കൈമാറും. 1 കോടി രൂപയ്ക്ക് മുകളിൽ അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് 1.35 എത്രയാണെന്ന് വെച്ചാൽ അത്രയും രൂപ അദ്ദേഹം ഉടൻ അനുവദിക്കും. അനുവദിച്ചു കഴിഞ്ഞ് അത് ഊരാലുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ വെച്ച് ഇനി പുതിയൊരു കോൺട്രാക്ടറെ കണ്ടെത്തി ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഊരാലുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യിക്കാൻ, ഈ വർക്കുകൾ, ഈ ഒരു പനയമ്പാടത്തെ വർക്ക് ചെയ്യിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് പണം അനുവദിക്കാം, വളരെ വേഗത്തിൽ നിന്ന് അനുവദിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിലുള്ള അത്രയും തുക ഉടനെ അനുവദിക്കും. അതനുവദിച്ച ഉടനെ വർക്ക് തുടങ്ങണം. അപ്പോൾ വർക്ക് തുടങ്ങാൻ നമ്മൾ ഈ സ്ഥിരം റെഡ് ടേപ്പിസത്തിൽ പോകാതെ ചീഫ് എഞ്ചിനീയറോട് തന്നെ ഈ യോഗത്തിൽ തീരുമാനമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഈ കോൺട്രാക്ട്, ഈ ഹൈവേയുടെ കോൺട്രാക്ട്, സ്റ്റിൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഊരാലുങ്കൽ സർവീസ് സൊസൈറ്റി അവരെ തന്നെ ഈ വർക്ക് ഏൽപ്പിച്ച് പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടുകാർ മുന്നോട്ട് വെച്ചതും വിദഗ്ധ സംഘം പാലക്കാട് IIT അടക്കം മുൻപ് റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും 5 കാര്യങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. അത് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. അത് മോട്ടോർ വെഹിക്കിൾ MED പാലക്കാട് RTO ഉദ്യോഗസ്ഥന്മാരെ, RTOയും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ പണം എത്രയാണെന്ന് ചോദിച്ചാൽ അത്രയും പണം. അതിവിടെ മാത്രമല്ല, ഇത് പനയമ്പാടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെയും അതുകൂടെ മറ്റൊരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുന്ന മുണ്ടൂർ ജംഗ്ഷനാണ്. മുണ്ടൂർ ജംഗ്ഷനിലും KSTP റോഡും നാഷണൽ ഹൈവേയും തമ്മിൽ വരുന്നിടത്ത് വലിയ അപകടം ഉണ്ടാവണം. അതിനെപ്പറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കാൻ, ഒരു പുതിയ തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതല്ലാത്ത പുതിയ തരത്തിലുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഈ ഡ്രൈവറെ അലർട്ട് ചെയ്യാൻ. കാരണം ഓടിച്ചു വരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ ഏതൊരു മൂഡിലാണെങ്കിലും ഉണരത്തക്ക രീതിയിലുള്ള അത്ര ഫ്ലാഷ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അത് റോഡ് സേഫ്റ്റി അതോറിറ്റി അത് വാങ്ങുകയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുകയും ചെയ്യും. അദ്ദേഹത്തിനെ അതിനുള്ള ചുമതല ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഡിസൈനിൽ വേണ്ട മാറ്റങ്ങൾ ഈ നാട്ടുകാരുമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു പ്രപ്പോസലുണ്ട്. പഞ്ചായത്ത് റിക്വസ്റ്റ് തന്നിരുന്നു. അപ്പോൾ പലതരം പ്രപ്പോസൽ ഇവിടെ നാഷണൽ ഹൈവേ ആയിട്ടും KSTP ആയിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ചെറിയ ഒരു ട്രയൽ ആദ്യം നടത്തുകയാണ് മുണ്ടൂർ. ഇപ്പോൾ പനയമ്പാടത്ത് നടക്കുന്ന പോലൊരു ട്രയൽ മുണ്ടൂരിൽ നടത്തി ആ പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അതിൻ്റെ 1 കോടിക്ക് മേൽ രൂപ അടിയന്തരമായി നമുക്ക് ഹൈവേ അതോറിറ്റി അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും കുറവ് വന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ആ പൈസ കൊടുക്കും. അവർ എസ്റ്റിമേറ്റ് ഏതായാലും 1 ആഴ്ചയ്ക്കുള്ളിൽ, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പേ എസ്റ്റിമേറ്റ് കേരളത്തിലെ PWD NH വിഭാഗം സമർപ്പിക്കും. അവിടെ ഹൈവേയിൽ സമർപ്പിക്കും. അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിൻ്റെ പണം അനുവദിക്കാമെന്ന് ഡയറക്ടർ ഈ യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഇഷ്യൂ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ്
ഞങ്ങൾ ഈ ഒരു സ്പോട്ടാണ് നോക്കുന്നത്. ബാക്കി സ്പോട്ടുകൾ അവർ ബാക്കി പിന്നെ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് 16 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് രാമനാട്ടുകര ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് NHA ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് NHA അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 16 സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. ഈ റോഡിൽ അങ്ങ് രാമനാട്ടുകര ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നാണ് പറഞ്ഞത്. ആ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലാണ്. അതവർ ചെയ്യാം, ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടി എടുക്കാം എന്ന് പറയുന്നത്.